ഇതിൽ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായി തോന്നിയ പോരായ്മകൾ എന്തെല്ലാം? നാട്ടുകാർ ഇതിനെ സൈക്കോ എന്നൊക്കെ പറയും, പക്ഷെ ഞാനിതിനൊരു വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും ഡോമിനാർ 250 Q&A വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓൾമോസ്റ്റ് 2000 മേലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്ത് മുകളിലെത്തിച്ച് പല ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോനു ജെ സുരേഷ് ആണ്. ഡിഫറൻസസ് വിത്ത് ഡോമിനാർ 400 ഇൻ ടയർ സൈസ് ആൻഡ് സ്മോൾ സൈസ് ആണെങ്കിൽ ടയർ മാറ്റുമ്പോൾ 400-ൻ്റെ ടയർ ഇടാൻ പറ്റുമോ? അതായത് യെസ്, ഞാൻ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് പറഞ്ഞിരുന്നു. ഇതിനകത്ത് വരുന്നത് 136 റെയർ ടയർ ആണ്, അതും MRFൻ്റെ സാപ്പേഴ്സ് ആണ് വരുന്നത്. ഡോമിനാർ 400-നകത്ത് 156 റെയർ ടയർ ആണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് മാറ്റുമ്പം അതായത് ഈ സ്റ്റോക്ക് ടയർ മാറ്റുന്ന സമയത്ത് നമുക്ക് ഡോമിനാറിൻ്റെ ടയർ ഇടാൻ പറ്റുമോ എന്നാണുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് ടയർ സൈസ് കൂട്ടുന്നതിനെ കുറിച്ചിട്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ABS വരുന്ന ബൈക്കാണ്. അപ്പോൾ ABSന് ഒരു കാലിബ്രേഷൻ ഉണ്ട്. ആ കാലിബ്രേഷൻ ചെയ്യുന്നത് ടയർ സൈസും അതിൻ്റെ വിഡ്ത്തും നോക്കിയിട്ടാണ്. അപ്പോൾ ഈ കാലിബ്രേഷൻ തെറ്റും ഒന്ന്. പക്ഷേ അത് 130 to 140 ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ 130 to 150 എന്ന് പറയുമ്പം അത് കുറച്ചൊരു വലിയൊരു ചേഞ്ച് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പിന്നെ സ്വിംഗ് ആമിനകത്തൊക്കെ ഫിറ്റ് ആവുമായിരിക്കും. അതിപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സ്വിംഗ് ആമിനകത്ത് ഫിറ്റ് ആവുമായിരിക്കും. ഒരു പരിധി വരെ എയർ ലീക്ക് ഇല്ലാണ്ട് ഈ റിമൂവ് ഇത് പിടിച്ച് നിർത്തുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. കാരണം സ്റ്റിക്കി ടയർസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മിഷലിൻ, പെരലി അല്ലെങ്കിൽ മെഡ്സലർ നോക്കുക. അത് നല്ലൊരു കോൺഫിഡൻസ് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അജ്മൽ അജു ആണ്. ബജാജ് കുടുംബത്തിൽ 500 കുടുംബമാണ്, പെണ്ണുങ്ങളില്ല. ഈ മുതലിനെ ഏത് തസ്തികയിൽ പെടുത്താം? 400 ഗുണ്ടയായി എല്ലാവരോടും തല്ലുണ്ടാക്കാൻ പോകുന്ന മൂത്ത ചേട്ടൻ, NS 200 തലതെറിച്ച ഫ്രീക്ക് ചെക്കൻ എന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ കുടുംബത്തിൽ എങ്ങനെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 500 കുടുംബത്തിലെ ആ ഒരു രാമനാഥനായിട്ട് വേണേൽ കണക്കാക്കാം. രാമനാഥനോ സ്വാമിനാഥനോ ആരാന്നറിയില്ല, ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ. അതായത് എപ്പോഴും നൈസായിട്ടായിരിക്കും, എല്ലാവരുടെ അടുത്തും അടിയൊന്നും ഉണ്ടാക്കാൻ പോവില്ല. എന്നിരുന്നാൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും എന്നൊരു ലെവലിലുള്ളൊരു വണ്ടിയാണിത്. സെഗ്മെൻറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വണ്ടീനും അങ്ങനെ പോയിട്ട് ഇതിന് അടി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് തന്നെയാണ്. അപ്പം 400 പോയി എൻഫീൽഡിൻ്റെ അടുത്തും ഡ്യൂക്ക് 390-ൻ്റെ അടുത്തും പോയി അടി ഉണ്ടാക്കുന്ന പോലെ ഇതിന് എല്ലാവരുടെ അടുത്തും അങ്ങനെ പോയി അടി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം തിരിച്ച് ചെറിയൊരു അടി കിട്ടും ഈ ഒരു പോയിന്റിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ തന്നെ കൊടുക്കാം. അതായത് ആൾ പൊതുവെ ശാന്ത സ്വഭാവമാണെങ്കിലും വേണമെങ്കിൽ നമുക്കൊരു തല്ലിന് പോകാം എന്നുള്ള ഒരു ക്യാരക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റോം റൈഡർ ആണ്. എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് അസൈഡ് ഡസ് ഡോമിനാർ 250 ലാഗ് റൈഡ് ഫീൽ ഓഫ് ഹിസ് ബിഗ് ബ്രദർ? എഞ്ചിൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡോമിനാർ 400 ആയിട്ട് ഒരു വ്യത്യാസമില്ല, എല്ലാം സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. 400 ആയിട്ട് ഡിഫറൻസ്, അത് ഒബ്വിയസ് ആണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുപോകുക. അതല്ലാതെ നോക്കുകയാണെങ്കിൽ റൈഡ് ഫീൽ നോക്കുകയാണെങ്കിൽ എല്ലാം സെയിം ആണ്. ഈവൻ എക്സോസ്റ്റ് സൗണ്ട് വരെ നമുക്കൊരുവിധം സെയിം ആയിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് ഇത് ലൗഡ് അല്ലെന്നേ ഉള്ളൂ. ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് ചെറുതായിട്ടുണ്ട് 400 കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊന്നും എനിക്ക് ഒട്ടും ഒരു വല്ലാണ്ട് കുറഞ്ഞു പോയെന്നോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ആ ഒരു എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞപ്പം സ്പീഡും ടോപ്പ് സ്പീഡും അതിൻ്റെ ഒരു ആക്സിലറേഷനും എല്ലാ കാര്യവും ഒന്ന് പുറകോട്ട് പോകുന്നുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ റൈഡ് ഫീൽ എല്ലാം തന്നെ സെയിം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യദു കൃഷ്ണനാണ്. ഇതിൻ്റെ മീറ്ററിൽ 2017-18 ഡോമിനാർ 400-ന്റെ സെയിം ആണ് എന്ന് കണ്ടു. ഇത് മീറ്റർ മാറാതെ തന്നെ 2019 ഡോമിനാറിലെ മീറ്റർ പോലെ ആക്കാൻ പറ്റുമോ? അടുത്ത തന്നെ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂക്ക് 200 ആയി കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂക്കിന് വില കൂടുതലാണ്, ബട്ട് ബെറ്റർ പെർഫോമൻസ് 250 ഡോമിനാറിന് കിട്ടുന്നുണ്ട്. ബട്ട് ക്വാളിറ്റി കുറയ്ക്കാതെ ബജാജിനോ ഈ റേറ്റിന് വണ്ടി കൊടുക്കാൻ സാധിക്കില്ല. ഇതിൽ പ്രൈസ് കട്ടിങ്ങിന്റെ ഭാഗമായി തോന്നിയ പോരായ്മകൾ എന്തെല്ലാം? എനിക്ക് അങ്ങനെ ശരിക്കും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഡ്യൂക്ക് 390-യും ഡോമിനാർ 400-ഉം നോക്കുകയാണെങ്കിൽ പ്രൈസിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഡ്യൂക്ക് 250-യും അല്ലെങ്കിൽ ഡ്യൂക്ക് 200-ഉം വേഴ്സസ് ഡോമിനാറും കാണുന്നത്. അപ്പം ബജാജിൻ്റെ ഒരു ലെവലിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അതിന് താഴത്തേക്ക് പോയതായിട്ടൊന്നും തോന്നില്ല. ഡ്യൂക്ക് 390-യും ഡോമിനാർ 400 എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് ഡ്യൂക്ക് 200-ഉം ഡോമിനാർ 250 ഇരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. പ്രൈസിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ മുകളിൽ ഒന്നും കോംപ്രമൈസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഈ കോൺസോളിൽ ഇപ്പോൾ ഡീറ്റെയിൽസ് വരുന്നില്ല, റെയർ ടയർ എന്തുകൊണ്ട് 130 വെച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഹിൻഡ് തരാം. അടുത്ത വർഷം ഡോമിനാർ 250 ഇറക്കുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ അപ്ഡേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കുറച്ചുകൂടെ എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു വേർഷൻ 2 ആയി മാറും. അപ്പോൾ വേർഷൻ 1 തന്നെ എല്ലാം കൊണ്ടുവന്നിട്ട് അവർ ആ സസ്പെൻസ് കളയണ്ടല്ലോ. അങ്ങനെ ആയിരിക്കും
ആയിരിക്കാം, എൻ്റെ ഒരു ഗസ്സാണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ KL55 വ്ളോഗ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മോജോ ആയിട്ട് കമ്പയർ ചെയ്യാനാകുമോ? റൈഡ് ക്വാളിറ്റി, പെർഫോമൻസ്, ലോങ് റൈഡ്. ശരിക്കും ഈ ഒരു വേർഷൻ മോജോ ആയിട്ട് ഭയങ്കര കമ്പയറബിൾ ആണ്. റൈഡ് ക്വാളിറ്റി എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്, കാരണം വൈബ്രേഷൻസ് വളരെ കുറവാണ്. ഞാൻ ഡോമിനാർ 400 വേഴ്സസ് മോജോനകത്ത് പറഞ്ഞിട്ടുണ്ട്. മോജോന് അതിൻ്റെ മുകളിലൊരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. ഈ വണ്ടിൻ്റെ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് മോജോൻ്റെ അത്ര തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ റൈഡ് ഫീൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോജോൻ്റെ ഹാൻഡ് ബാർ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. അത് കുറേ കൂടെ ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് മോജോ. ഓഫ് റോഡ് സെൻട്രിക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓഫ് റോഡ് ചെയ്യുമ്പോൾ കുറേ കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് മോജോ, പുതിയ മോജോ എന്ന് പറയുന്നത്. ഇത് അത്രത്തോളം ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടിയല്ല. ലോങ് റൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടും ഒരുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം മോജോ 300ൻ്റെയും ഡോമിനാർ 250ൻ്റെയും ഒരേ ക്രൂസിംഗ് സ്പീഡാണ്, ഒരേ സ്പീഡിൽ പോകുന്ന വണ്ടികളാണ്. അപ്പം വളരെ കമ്പാരബിൾ ആണ്. ഇനിയിപ്പോൾ മോജോവും ഈ ഡോമിനാറും നോക്കിക്കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റിയിൽ ഞാൻ മോജോ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ BS6 ഞാൻ ഓടിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പക്ഷേ ഇപ്പോൾ ഒരു നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ മോജോ ഒരു പൊടിക്ക് ക്വാളിറ്റി ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മോജോൻ്റെ മുകളിലെ കംപ്ലയിൻസ് ഒക്കെ കുറവാണ്. മൊത്തത്തിൽ ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടി ഒരുപാട് പേര് വാങ്ങിയിട്ടില്ല, എന്നാലും വാങ്ങിയവരൊക്കെ ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ മോജോ കുറച്ചുകൂടി ഒരു ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഒട്ടും പുറകിലല്ല. നമ്മളിപ്പോൾ മൊത്തം കസ്റ്റമേഴ്സിനെ എടുത്ത് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, വണ്ടിയെ കുറ്റം പറയുന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ മോജോയിൽ അത് വളരെ കുറവായിരിക്കും എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അമൽ SS ആണ്. CBR 250യുമായി കമ്പയർ ചെയ്താൽ ഏതാണ് മുന്നിൽ നിൽക്കുന്നത്? സസ്പെൻഷൻ ആൻഡ് പില്യൻ കംഫർട്ട് ഉൾപ്പെടുത്തി പറയണേ. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. CBR 250 എനിക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് CBR 250 നന്നായിട്ട് ഇത് ഹൈവേയിൽ ക്രൂസ് ചെയ്യും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്. കാരണം 250 ഒരു സ്പോർട്സ് ബൈക്കാണ്, എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതിൻ്റെ സസ്പെൻഷൻ ഇതിനേക്കാൾ ഒരു പൊടി ടൈറ്റ് ആയിരിക്കുന്നുണ്ട്, അത്രത്തോളം കംഫർട്ടബിൾ ആയെന്നും വരില്ല. കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ആൾക്കാരാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ കോർണർ ചെയ്യാൻ CBR 250 ഏറ്റവും നല്ലത്. ഇനി പില്യൻ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റിൽ പറയുന്നത് CBR 250 തന്നെയാണ്. കാരണം ഇതിൻ്റെ പില്യൻ സീറ്റ് എന്ന് പറഞ്ഞാൽ ഡോമിനാർ 400 ഒരു വ്യത്യാസമില്ല. അപ്പം ഞാനും എൻ്റെ പില്യനും ഡോമിനാർ 400 CBR 250 മാറി ടൂർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ പില്യനുള്ള ഒരു കംഫർട്ട്, ആ സീറ്റിൻ്റെ മുകളിലെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതിൻ്റെ മുകളിൽ വൈബ്രേഷനും കാര്യമൊന്നുമില്ല. പക്ഷേ CBR 250 റെയർ സീറ്റ് എന്ന് പറയുന്നത് അത്രയും നല്ലതാണ്, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, ലോങ് റൈഡ്സിനൊക്കെ വളരെ പറ്റിയതാണ്. അങ്ങനെ നോക്കുമ്പോൾ പില്യൻ കംഫർട്ട് കൂടുതൽ 250 ആണ്. പക്ഷേ മൊത്തത്തിൽ റൈഡർ കംഫർട്ട് നോക്കുമ്പോൾ ഡോമിനാർ 250. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദിത്യ ശങ്കറാണ്. ഹാത്തി മത് പാലോ, നേരത്തെ റോയൽ എൻഫീൽഡിനെ കളിയാക്കിയ ബജാജ് ഇറക്കിയ സ്ലോഗൻ ഈ വണ്ടിക്ക് തിരിച്ചടിച്ചോ? ഇത്രയും വെയിറ്റുള്ള 250cc വണ്ടി പ്രാക്ടിക്കൽ ആണോ? യെസ്, വളരെ നല്ല ക്വസ്റ്റ്യൻ. തിരിച്ചടി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടി തന്നെയാണ്. ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഹാത്തി മത് പാലോ എന്നുള്ളത് എൻഫീൽഡിലേക്ക് എന്നുള്ളൊരു പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ എൻഫീൽഡ് ഇസ് ഹെവിയർ ദാൻ ഡോമിനാർ 250, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250cc ഇതൊരു ഹാത്തിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഭയങ്കര ഹെവിയാണ്. കുറച്ചൊന്ന് ഹെവിനെസ് കുറയ്ക്കായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഈ ഹെവിനെസ് ആണ് ഈ ഡോമിനാറിനെ ഹൈവേയിൽ നല്ലതുപോലെ ഒരു നല്ല ഹൈവേ ടൂറാക്കി മാറ്റുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴും ഹൈവേയിൽ ഓടിക്കണമെന്നില്ലല്ലോ. സിറ്റിയിലൊക്കെ ഓടിക്കുന്ന ഒരു സമയത്ത് കുറച്ചൊന്ന് ലൈറ്റർ ആവായിരുന്നു. ഇത് തിരിച്ചടിയാവും. ആരും എന്താ പറയാത്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രണവ് പവിത്രനാണ്. ഡോമിനാർ 400ൻ്റെ വില കളയുകയാണ് ബജാജ് ഡോമിനാർ 250 ഇറക്കിയതിലൂടെ ചെയ്തത്. വൈകാതെ ബജാജ് 125 ഇറക്കും എന്നീ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒരുപാട് പേർ പറയുന്നത് കേട്ടു. സ്റ്റെല്ലിൻ്റെ അഭിപ്രായം ഡോമിനാർ 400ൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഈ വണ്ടി ഇറക്കുക എന്നത് ബജാജിൻ്റെ തീരുമാനം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഡോമിനാർ 400 ഓണർ എന്ന നിലയിൽ സ്റ്റെല്ലിൻ്റെ അഭിപ്രായം അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരു 400 ഓണർ ആണെങ്കിൽ ഇതുപോലെ 250 വരുന്നതിൽ എനിക്ക് അത്രത്തോളം ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. കാരണം ഞാൻ പറയുന്നത് നമ്മൾ പൊതുവേ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അതായത് വലിയ വണ്ടിയുള്ള ആൾക്കാർ വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ വളർന്നു വരുമ്പോഴേ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ഒരു ബൈക്കിംഗ് കമ്മ്യൂണിറ്റി മാത്രമല്ല, ഇപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുറ്റമല്ല, നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 400ൻ്റെ ഓണേഴ്സിന് തീർച്ചയായിട്ടും 250 ഇങ്ങനെ വന്നതിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഞാനൊരു 400 ഓണർ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ 400ൻ്റെ ആ ബാക്ക് പാനൽ, അതായത് ഈ D250 എന്ന് എഴുതിയ ഒരു ബാക്ക് പാനൽ ഡോമിനാർ 400ൻ്റെ പാനൽ മാറ്റി ഞാനൊരു 250ൻ്റെ പാനൽ വയ്ക്കും. എന്നിട്ട് റോഡിൽ 250 ആണെന്ന് കരുതി എന്നോട് റേസ് ചെയ്യാൻ വരുന്ന എല്ലാവരും ഞാൻ റേസ് ചെയ്ത് പൊട്ടിക്കും. നാട്ടുകാർ ഇതിനെ സൈക്കോ എന്നൊക്കെ പറയും, പക്ഷേ ഞാനിതിനൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനേ പറയുന്നുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തന്നെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ബൈക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തരിക. ബൈക്കിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ റിവ്യൂ നോക്കിയാൽ മതി, അതിനകത്തുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അത് കവർ ചെയ്യാത്തത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.